ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ലിസാജ് ഫിലോക്കാലിയയിൽ നിന്ന്. ഈശോയും ശിഷ്യന്മാരും സ്വർഗത്തിലിരുന്ന ഒരു മീറ്റിംഗ് കൂടിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഈശോ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ശിഷ്യന്മാർക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കി. കർത്താവ് എങ്ങോട്ടാ പോയത്, നമ്മളോടൊന്നും പറയാതെയാണല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കെ ഈശോ തിരിച്ചു വന്നു. പത്രോസ് ചോദിച്ചു, കർത്താവ് എവിടെ പോയതാണ്? ഈശോ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് എൻ്റെ കർത്താവെ രക്ഷിക്കണേ എന്നൊരു വിളി കേട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയതാണ്. എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നിയില്ല. എന്തെന്നാൽ ആ പ്രശ്നങ്ങൾ അവർ തന്നെ കയ്യിലെടുത്ത് പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാര്യം ഇതാണ്, രണ്ട് കുടുംബക്കാർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. ആ വഴക്ക് മൂത്ത് വന്നപ്പോഴാണ് അവിടുത്തെ ആ കുടുംബത്തിലെ കുടുംബനാഥ കർത്താവെ രക്ഷിക്കണേ എന്ന് വിളിച്ചത്. ആ വിളി കേട്ട് ഞാൻ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും, ഭൂമിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അല്പം വൈകിപ്പോയി. ആ സമയം കൊണ്ട് കുടുംബനാഥൻ പറഞ്ഞു, എൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്, ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആ പ്രശ്നം കയ്യിലെടുത്ത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ രണ്ട് വീട്ടുകാരും കൂടെ ഭയങ്കരമായ ബഹളമായി. എൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് കണ്ടതുകൊണ്ട് ഞാൻ തിരികെ പോന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നമ്മുടെയൊക്കെ ജീവിതത്തിലും നടക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ക്ഷമിക്കും. അവസാനം നമ്മൾ പറയും, ഞാൻ ക്ഷമിച്ചു മടുത്തു, ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു, എൻ്റെ ക്ഷമയ്ക്ക് ഒരതിരുണ്ട് എന്ന് പറയും. എന്നാൽ തിരുവചനം പറയുന്നുണ്ട്, ക്ഷമിക്കുന്നവന് കുറച്ചു കാലത്തേക്ക് മാത്രമേ ക്ഷമിക്കേണ്ടതുള്ളൂ. ക്ഷമയ്ക്ക് അതിരില്ല. കർത്താവ് പറയുന്നത് ക്ഷമയ്ക്ക് അതിരില്ല എന്നാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് അങ്ങേയറ്റം വരെ ക്ഷമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അങ്ങേയറ്റം വരെ ക്ഷമിക്കാൻ സാധിക്കാത്തത്? തിരുവചനത്തിലൂടെ ഒന്ന് നമുക്ക് കടന്നു പോകാം. ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ശ്രദ്ധിക്കണേ, ആ പദ്ധതി പ്രകാരം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് ദൈവത്തിൻ്റെ കൃപയനുസരിച്ചാണ്, ദൈവത്തിന്റെ അനുഗ്രഹം അനുസരിച്ചാണ് നടക്കുന്നതെന്ന് ഈ വചനം പറയണം. ആ പദ്ധതി പ്രകാരം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നമ്മളെല്ലാവരും ഈ അവസ്ഥയിലെത്തിയതേ ഉള്ളൂ. കാരണം നമ്മൾ പ്രാർത്ഥിക്കും, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും, നമ്മുടെ പ്രാർത്ഥന ഈശോ കേൾക്കും, പിന്നെ അങ്ങനെ പോകും. എന്നാൽ ആ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ പരിപൂർണമായി അതിജീവിക്കുവാൻ അല്ലെങ്കിൽ ദീർഘക്ഷമയോടെ അത് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഈശോ പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കൂ. അതും പറയുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കണം, അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അവിടെയും ദൈവം ഇടയാക്കണം ദൈവത്തെ കണ്ടെത്താനെന്ന്. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമ്പൂർണമായി നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ കൈകളിൽ ഫലമേൽപ്പിക്കാൻ കഴിയണം. അവിടുന്നാണ് എൻ്റെ നിയന്ത്രിതാവും എൻ്റെ സൃഷ്ടാവും എൻ്റെ പരിപാലകനുമെന്ന് വിശ്വസിച്ച് ആ ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവേ നിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. അപ്പൊ ഈശോയോട് നമുക്ക് പറയാൻ കഴിയണം, ഞാനായിരിക്കുന്ന വ്യക്തി അങ്ങയുടേതാണ്, എൻ്റെ മക്കള്, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങള് എല്ലാം അങ്ങയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ സമ്പൂർണമായി നിന്റെ കൈകളിലേക്ക് ഞാൻ തരുന്നു. ഞാൻ കർത്താവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ചാൽ അത് കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി നമ്മളത് തിരിച്ചെടുക്കരുത്. അത് കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പൂർണ്ണ ക്ഷമ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവതിയായ ഒരു വീട്ടമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ചേച്ചി, എനിക്ക് രഹസ്യമായി ചേച്ചിയോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ.
ചേച്ചി ഞാൻ ഒരു തെറ്റ് ചെയ്തു, എന്നോട് കർത്താവ് ക്ഷമിക്കുമോ? ഞാൻ പറഞ്ഞു, നീ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് ബോധ്യം വന്നാൽ തീർച്ചയായും കർത്താവ് നിന്നോട് ക്ഷമിക്കും. സങ്കീർത്തനം പറയുന്നില്ലേ, 32-ാം സങ്കീർത്തനം, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, എന്നാൽ പാപങ്ങൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റു പറയും എന്ന് പറഞ്ഞ മാത്രയിൽ എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചു എന്ന്. അപ്പം നീ ആഴമായ പശ്ചാത്താപത്തോടു കൂടിയാണ് നീ നിന്റെ അവസ്ഥ ദൈവത്തിന്റെ തിരുമുമ്പിൽ പറഞ്ഞതെങ്കിൽ, അല്ല എന്നോട് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിന്നോട് ക്ഷമിച്ചു. നീ എന്താണെന്ന് കാര്യം പറ. അതേ ചേച്ചി, എനിക്ക് എൻ്റെ വീട്ടിലെ ഡ്രൈവറുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഭർത്താവ് ഈ ബന്ധം കണ്ടുകൊണ്ടാണ് കടന്നു വന്നത്. എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ അദ്ദേഹം അടുത്ത മുറിയിലേക്ക് പോയി വാതിലടച്ച് 2 മണിക്കൂറോളം ഇരുന്നു. ഞാനത് ഏറെ എനിക്ക് വിഷമമായി. 2 മണിക്കൂർ കഴിഞ്ഞ് അയാളെ ഇറങ്ങി വന്ന് പതിവ് പോലെ ഒരു വ്യത്യാസവും ജീവിതത്തിൽ എന്നോട് കാണിക്കാതെ അതുപോലെ എന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ പെരുമാറി വീട്ടിലെ കാര്യങ്ങളെല്ലാം അയാൾ നോക്കി മുന്നോട്ട് പോയി. ഇത് എൻ്റെ ഹൃദയത്തെ ആകമാനം ചേച്ചി അസ്വസ്ഥപ്പെടുത്തി. അയാൾ എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ, എനിക്കിത് ഓർക്കും. ഇയാളുടെ പെരുമാറ്റം കാണുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിനകത്താകെ അസ്വസ്ഥത, തലയിൽ തീ കോരിയിട്ടിരിക്കുന്ന അവസ്ഥ ഒക്കെയാണെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഇവിടെ ഒരു വചനം ഓർക്കുന്നത് നല്ലതാണ്. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുകയും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുകയും ചെയ്യാൻ, അപ്പോൾ പശ്ചാത്താപത്തിന്റെ തീക്കനല് അവന്റെ തലയിൽ ഉണ്ടാകും എന്ന്, തീക്കനൽ അവന്റെ തലയിൽ കൂട്ടുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികളോട്, ആരായിക്കോട്ടെ, കുടുംബത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളില്ലാത്തവരല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് വിഷമം ഉണ്ടാകും സാധാരണ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പിറുപിറുത്ത് വെറുപ്പോ വൈരാഗ്യമോ വെച്ചോണ്ടിരിക്കാതെ ആ വ്യക്തിക്ക് നിന്നിൽ നിന്ന് എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യം നീ അറിഞ്ഞ് സ്നേഹിച്ച് എന്തൊക്കെ ചെയ്യാമോ അയാൾക്ക് ശുശ്രൂഷിച്ച്, അല്ലെങ്കിൽ അവർക്ക് അമ്മയായിരിക്കും, അമ്മായിപ്പനായിരിക്കും, ആരായിരിക്കും, അത് വേണ്ടതനുസരിച്ച് നീ ശുശ്രൂഷ മനോഭാവത്തോടെ സ്നേഹത്തോടെ നീ കൊടുക്കുമ്പോൾ അവിടെ അയാളുടെ തലയിലും പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. അഥവാ അറിയാതെ തന്നെ അയാളില് പശ്ചാത്താപം ഉടലെടുക്കും എന്ന ഈശോ നമ്മളോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, മോളെ നീ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ ഭർത്താവുമായിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തായി മോളെ? ചേച്ചി, അദ്ദേഹം ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്നു ഒരു ദിവസം. ഞാൻ അദ്ദേഹത്തിന്റെ കാല് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ചേച്ചി. ആഴമായി തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ കണ്ണുനീരേക്കാൾ 2 കാലിലും കെട്ടിപ്പിടിച്ച് ഞാൻ ആവോളം കരഞ്ഞ് ഇപ്പം അയാൾ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോഴത്തേക്കും കയ്യിൽ ഇങ്ങനെ പിടിച്ച് എന്നോട് മാപ്പാക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിന്നോട് ഞാൻ എപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാ മാപ്പ് എന്ന് അയാൾ പറഞ്ഞു. ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സാധിച്ചു എന്ന മനോഭാവത്തോടെ ഞാൻ അദ്ദേഹത്തെ നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹവും ഹൃദയം തുറന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വന്നപ്പോൾ കാണാൻ പാടില്ലാത്തത് കണ്ടു. ഒരു മിനിറ്റ് നേരത്തേക്ക്, അല്ലെങ്കിൽ 1-2 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ആകെ അസ്വസ്ഥമായി. എല്ലാ വികാരങ്ങളും എനിക്കുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു വികാരം, ദേഷ്യം എല്ലാം എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാൻ സമനില വീണ്ടെടുത്തു. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് കതകടച്ച് സ്വസ്ഥമായിരുന്നു. അല്പസമയത്തേക്ക് എനിക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയെ എന്നൊരു വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ സ്വസ്ഥമായിരുന്നു. മണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യവും സമാധാനവും ഒരു ധൈര്യവും ഒക്കെ കിട്ടി എന്ന് അയാൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഒരു വചനം ഓർക്കുക. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളോട് ആത്മാവ് നമുക്ക് വേണ്ടി ദൈവ തിരുമുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് മനസ്സിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ എൻ്റെ കർത്താവേന്നോ എൻ്റെ ഈശോയെന്നോ ഒന്ന് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒന്നും ചെയ്യാനും സാധിക്കത്തില്ല, ഒന്ന് വിളിക്കാനും സാധിക്കത്തില്ല, പ്രാർത്ഥിക്കാനും സാധിക്കാത്ത അവസ്ഥയിൽ വെറുതെ ഇരുന്ന അവസ്ഥയുണ്ട്.
പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു ദീർഘശ്വാസം ഉയരും. ആ ദീർഘശ്വാസത്തിന്റെ അർത്ഥം എന്തെന്ന് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. ആ ആത്മാവ് നമ്മുടെ മനസ്സിന്റെ ഇംഗിതം ദൈവ തിരുമുമ്പിൽ എത്തിച്ച് ആ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് തന്ന് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കൃപ നൽകും. അതാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചാണ്. ദിവസം 10, 25, 30 കോളുകൾ വരുന്നുണ്ട്. ഒത്തിരി വേദനയോടെ നീറുന്ന വിഷമത്തോടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വിശ്വസ്തത, ദാമ്പത്യ വിശ്വസ്തത ഇല്ലാതായിരിക്കുന്നു. കുടുംബത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, അതിൻ്റെ നടുക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒത്തിരി വേദന എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും ഈ അഭിപ്രായം ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണ്ട ചേച്ചി? പുരുഷന്മാരും പറയുന്നുണ്ട്, സ്ത്രീകളും പറയുന്നുണ്ട്. നമ്മുടെ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ? തിരുവചനം പറയുന്നു, അന്യന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അന്യന്റെ ഭാര്യയെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല. വിധി അവന് ശിക്ഷ ഈ ലോകത്തിൽ വെച്ച് തന്നെ കിട്ടും എന്നാണ് തിരുവചനം പറയുന്നത്. മാത്രമോ, വ്യഭിചാരിയുടെ വിവേകം നഷ്ടപ്പെടുന്നുവെന്ന്, വ്യഭിചാരിയുടെ സുബോധം നഷ്ടപ്പെടുന്നു. സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? നമ്മൾ ചത്ത് ജീവിക്കുന്ന പോലെയല്ലേ? അപ്പം അവന്റെ സുബോധം അഥവാ അവന്റെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുകയാണ് ആ മാത്രയിൽ തന്നെ. നഷ്ടപ്പെടുമ്പോൾ അതുവഴി നമ്മളിലേക്ക് എന്താ കടന്നു വരുന്നേ? ദൈവിക ചൈതന്യം പുറത്തു പോയി കഴിഞ്ഞാൽ വേറെന്താ തിരിച്ചു വരുന്നേ? തിന്മയുടെ സ്വാധീനമല്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പം ഞാനെന്ന വ്യക്തി ആ തിന്മയ്ക്ക് അടിമയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, എന്നോട് സഹവസിക്കുന്ന എല്ലാവർക്കും ആ തിന്മയുടെ എനർജി ഉണ്ടാവില്ലേ? ആ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ലേ? എൻ്റെ കുടുംബം തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കടന്നു പോകത്തില്ലേ? അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുന്നുണ്ട്. എന്നിട്ട് അടിവരയിട്ട് പറയുന്നു, ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. തീർച്ചയാണ്, അതിന് മാറ്റമില്ല. അപ്പം ദൈവം വസിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ആ ശരീരത്തെ പവിത്രമായും നിർമ്മലമായും സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം പുറത്താണ്, ഇത് ശരീരത്തിനകത്താണ്. മാത്രമല്ല, യൂദാസ്ലീഹയുടെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മാംസദാഹത്താൽ എരിയുന്നവരുടെ വസ്ത്രത്തെ പോലും ഭയപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് ഓടി അകലുവിൻ. മാംസദാഹത്താൽ എരിയുന്നവരുടെ വസ്ത്രത്തെ പോലും ഭയപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് ഓടി അകലുവിൻ. അപ്പോൾ ആ പാപത്തിന്റെ കാഠിന്യം എത്ര വലുതാണെന്ന് ഇന്നത്തെ തലമുറ ചിന്തിക്കുക. അവരിൽ നിന്ന് ഓടി അകന്നോളാൻ, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം വരെയുള്ള എല്ലാ അവസ്ഥകളും ദൈവത്തിന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശരീരം വിശുദ്ധവും നിർമ്മലവുമായി നമുക്ക് കാത്തു സൂക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വിശുദ്ധിയുടെ പവിത്രതയിലേക്ക് വളർത്താൻ നമുക്ക് സഹായിക്കാം. നമ്മുടെ കുടുംബം ദൈവം നയിക്കുന്ന കുടുംബമായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. അതെ, നിങ്ങളുടെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. പ്രാർത്ഥന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നില്ലേ? അതല്ല, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. അത് അവിടെ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശുദ്ധവും നിർമ്മലവുമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിന് നിരന്തരം നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് 141 സങ്കീർത്തനം ചെല്ലുവാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധിയോടെ പരിപാലിക്കാനുള്ള കൃപ അതിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ശരീരം വിശുദ്ധമായി ദൈവത്തിന് പ്രീതികരമായി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാം. ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയും തിരുക്കുടുംബത്തിന് പ്രതിച്ഛായയുമുള്ള നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.